ഇത് നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇതെനിക്ക് സൂസൻ ടെഞ്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ റിക്വസ്റ്റ് വന്ന റെസിപ്പിയാണിത്. ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കും സാധാരണ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് ബ്രെഡിലാണ് ഉണ്ടാക്കുക. വൈറ്റ് ബ്രെഡിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ശരിക്കും ആ ബ്രെഡ് ടോസ്റ്റിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡിലും ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേണ്ടത് പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ പശുപാൽ തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കുന്നത്. 3/4 കപ്പ് പാൽ എടുക്കുമ്പോൾ ഒരു മുട്ട ചേർക്കണം. അത് നിങ്ങൾ പാല് കൂടുതൽ ചേർത്തിട്ട് മുട്ട കുറച്ച് ചേർക്കരുത്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പാല് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ഭയങ്കര മുഷിയായിട്ടിരിക്കും. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ സിനമൺ പൗഡർ വേണം. സിനമൺ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുകപ്പട്ട പൊടിച്ചെടുത്തതാണ്. ഇതൊന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ കറുകപ്പട്ട വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അത് നമ്മൾ കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ടാലും ചിലപ്പോൾ നല്ല സ്മൂത്ത് പൗഡറായിട്ട് ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല. അങ്ങനെ കുറച്ചായിട്ടാണ് നിങ്ങൾ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് തരി ഉണ്ടാവും. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടറും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ആക്കാമെന്ന്. ഇത് ബ്രെഡ് ടോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പാല് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഈ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവില്ല. ഈ മുട്ട നന്നായിട്ട് മിക്സ് ആവണം. അല്ലെങ്കിൽ അത് ബ്രെഡിൻ്റെ മുകളിൽ ഈ മുട്ടയുടെ വൈറ്റ് പാർട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 നുള്ള് സിനമൺ പൗഡർ ചേർക്കാം. ഇത് ഞാനിവിടെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തത്. ഇതേപോലെ ഒരു 3 പിഞ്ചിന് സിനമൺ പൗഡർ ചേർത്തേക്കുന്നത്. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. ഇനി അതിലേക്ക് 3/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടിയും കുറച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ചിലർ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വാനില എസൻസും കൂടിയും ചേർക്കും. പക്ഷെ എനിക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റിൽ അത്രയ്ക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടിയും ചേർക്കാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ഇതിലേക്ക് നിങ്ങൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ഇതിനകത്ത് ഇട്ട് വെക്കരുത്. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എടുക്കുക. ഇതിനകത്ത് കൂടുതൽ നേരം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് ഭയങ്കര മുഷിയായിട്ട് പോകും. അപ്പോൾ അധികം നേരം ഇതിനകത്തിട്ടിട്ട് നിങ്ങൾ മുക്കരുത്. 2 സൈഡും ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് മുക്കിയെടുക്കുക. ഇനി ഇത് ബ്രെഡ് ടോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനിവിടെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ബട്ടർ നിങ്ങൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് തീ പതുക്കെ കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾ ബ്രെഡ് ഈ പാലിൽ മുക്കിയിട്ട് വരുമ്പോഴേക്കും ബട്ടർ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഈ പാലിൽ ബ്രെഡ് ഡിപ്പ് ചെയ്യുക. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 2 സൈഡും ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിടുക. കൂടുതൽ നേരം ഈ പാലിൽ ഇട്ട് വെക്കരുത്. ഇത് ചൂടായ ഈ ബട്ടറിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇതേപോലെ അടുത്ത സ്ലൈസും ഇതിനകത്തിടുക. ഇതേപോലെ 2 സൈഡും ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചെടുക്കുക. സൈഡ് പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടുക. 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏറ്റവും ആദ്യം ഇട്ടത് ഒരു സൈഡ് പതുക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിടുക. ഇതിങ്ങനെ മുരിഞ്ഞിട്ട് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നിങ്ങൾ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഗോൾഡൻ കളറിൽ വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാലിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബ്രെഡ് എടുക്കണം. കൂടുതൽ നേരം ഇട്ട് വെക്കരുത്. ജസ്റ്റ് 2 സൈഡും തിരിച്ചും മറിച്ചൊന്ന് ഇട്ടിട്ട് അപ്പോൾ തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ടോസ്റ്റ് ചെയ്തെടുത്ത് വന്നു കഴിയുമ്പോൾ ബ്രെഡ് ഭയങ്കര മുഷിയായിട്ടിരിക്കും.